i2i ന്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. പല വിഷയങ്ങൾ പലപ്പോഴും ചർച്ചാ വിഷയങ്ങളാകാറുണ്ട്. അങ്ങനെ ചർച്ചാ വിഷയമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മോടൊപ്പം ചീഫ് എഡിറ്റർ സുൽ മാത്യു കൂടി ചേരുകയാണ്. ആദ്യം പല സഭകളും ക്രൈസ്തവ സമൂഹവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ പലപ്പോഴും i2i ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് രണ്ട് കൈ നീട്ടി പ്രേക്ഷകർ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഈ സഭയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും അവസാനം എന്ന് പറയപ്പെടുന്ന തരത്തിൽ ഒരു വിഷയം കൂടി കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് പൊതുസമൂഹമടക്കം ദൃശ്യമാധ്യമ രംഗങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുകയും സമൂഹ മാധ്യമങ്ങളടക്കം വൈറലാവുകയും ചെയ്തതാണ്. ആ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ശ്രീ സുൽ മാത്യു, ഇതുമായിട്ട് ബന്ധപ്പെട്ട് i2i ന്യൂസ് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒരു താല്പര്യവും ഇല്ല ഇത്തരത്തിലുള്ള പൊതുസമൂഹത്തെ വലിച്ചു കയറി ഒട്ടിക്കുക എന്നുള്ള തരത്തിൽ പറയുന്നത്. പകരം പൊതുസമൂഹത്തിലേക്ക് വരുമ്പോൾ വിശ്വാസികളെ അടക്കം ഏതെങ്കിലും തരത്തിൽ കബളിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തുറന്നു കാട്ടുക എന്നത് മാത്രമാണോ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്? എന്താണ് ഈ ഇങ്ങനെ ഒരു വാർത്തകൾ ഉണ്ടാക്കുമ്പോൾ താങ്കൾ ലക്ഷ്യമിടുന്നത് എന്താണ്? ഇപ്പം ഗോകുമാർജി വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. അതായത് i2i ന്യൂസിനെ സംബന്ധിച്ചോളം നമ്മൾ തുടക്കം മുതൽ തന്നെ ഈ ആത്മീയ മേഖലയിലെ പുഴുക്കുത്തുകളെ അതല്ലെങ്കിൽ കപടവേഷധാരികളെയാണ് നമ്മൾ പബ്ലിക്കിൻ്റെ മുന്നിൽ എക്സ്പോസ് ചെയ്യുന്നത്. അന്നേരം ഇത് ഏതെങ്കിലും ഒരു ക്രൈസ്തവ സമൂഹത്തോടുള്ള ഒരു വിദ്വേഷം കൊണ്ടോ അല്ലെങ്കിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് ഏതെങ്കിലും പല ഫണ്ടഡോടുകൂടി ചെയ്യുന്ന പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരു ദുരുദ്ദേശമുണ്ട്. പക്ഷേ i2i ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അത്തരത്തിലുള്ള യാതൊരു ലക്ഷ്യങ്ങളുമില്ല. അത് നമ്മളുടെ പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലായി. അന്നേരം തുടക്ക സമയത്ത് അത്തരത്തിലുള്ള പലരും പല ആരോപണങ്ങളും ഒക്കെ ഉന്നയിച്ചുവെങ്കിലും പിന്നീട് നമ്മുടെ ഉദ്ദേശശുദ്ധി മനസ്സിലായി. അതുകൊണ്ട് തന്നെ i2i ന്യൂസിൻ്റെ വളർച്ച തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മൾ ഏതാണ്ട് 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് നമുക്ക് എത്താൻ പോകുന്നു. ഒരു ദിവസം ഏതാണ്ട് ഒരു 10-20 ലക്ഷം വ്യൂവേഴ്സിലേക്ക് എത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വിശ്വാസി സമൂഹത്തിൻ്റെ ഇറസ്പെക്റ്റീവ് ഓഫ് ഇവരുടെ സഭകൾ അതിൻ്റെ ഡിനോമിനേഷൻ ഉപരി എല്ലാ വിഭാഗത്തിലുമുള്ള ജനങ്ങൾ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സായി മാറുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ഉദ്ദേശശുദ്ധി മനസ്സിലായി. ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ക്ലെൻസിങ് ഓഫ് ചർച്ച്, സഭയുടെ ശുദ്ധീകരണം, ഒരു റിഫോർമേഷൻ ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അന്നേരം അതുകൊണ്ട് തന്നെ എല്ലാ സഭകളും, നമുക്കൊരു സഭകളുമായിട്ട് പ്രത്യേകിച്ച് മമതയില്ല. ക്രൈസ്തവ സമൂഹത്തിലെ എല്ലാ സഭകളിലും നടക്കുന്ന പുഴുക്കുത്തുകളെക്കുറിച്ചും അവിടെ നടക്കുന്ന ചൂഷണങ്ങളെക്കുറിച്ചും നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ ഈ സഭകളിൽ നടക്കുന്ന നല്ല പ്രവർത്തികൾ കണ്ടാൽ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. അന്നേരം ഇതെന്ന് പറഞ്ഞാൽ ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് വർത്തിക്കുക എന്നത് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ലക്ഷ്യമിടുന്നത്. പലപ്പോഴും ഈ പൊതുസമൂഹം ചിന്തിക്കുന്നത് എന്താണ് ഇങ്ങനെ ഒരു ന്യൂസ് വരുന്നത്, ചിലപ്പോൾ ആരും തൊടാൻ ഭയപ്പെടുന്ന ഒരു തരത്തിലാണ് താങ്കളുടെ ഒരു ഇടപെടൽ ഉണ്ടായത്. അത് ഇന്ന് പൊതുസമൂഹത്തിൽ പലതരത്തിൽ ചർച്ചാ വിഷയമാകുന്നുണ്ട്. മാത്രമല്ല ദൃശ്യമാധ്യമ രംഗത്ത് ചിലപ്പോൾ നമുക്കറിയാമല്ലോ, ഈ പൊതുമാധ്യമ രംഗം എന്നതിനപ്പുറം ഈ സമൂഹ മാധ്യമ രംഗം എന്നതിനപ്പുറത്തേക്ക് പോകുമ്പോൾ ഈ പൊതുമാധ്യമങ്ങൾ ഇതിനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? കാരണം ഒരു സമൂഹ മാധ്യമത്തിൽ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ന്യൂസിൽ വരുന്ന വാർത്തയിൽ വരുന്നതിനെ കൈകാര്യം ചെയ്യേണ്ട എന്ന് പറഞ്ഞ് കളയുന്ന മുഖ്യധാര മാധ്യമങ്ങളുണ്ട്. പക്ഷേ ഇന്ന് മുഖ്യധാര മാധ്യമങ്ങൾ കൂടി താങ്കൾ ഈ പറഞ്ഞ കാര്യത്തിനെയാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ തുടക്കകാലം തൊട്ട് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ഇങ്ങനെ ഈ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ തുറന്നു കാട്ടുക, അല്ലെങ്കിൽ ഈ പുഴുക്കുത്തുകൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുക, ഇവർക്കെതിരെ പ്രതികരണങ്ങൾ ഉണ്ടാക്കുക. പലപ്പോഴും താങ്കളെ ഈ പറഞ്ഞ പോലെ ഈ ഉന്നത തലങ്ങളിൽ, വിശ്വാസികളല്ല ഉന്നത തലങ്ങളിലുള്ളവരടക്കം താങ്കളെ പലപ്പോഴും പ്രകോപിപ്പിക്കുകയും ഒപ്പം തന്നെ താങ്കളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന പല തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനെയൊക്കെ അതിജീവിക്കുവാനുള്ള കാരണം, അല്ലെങ്കിൽ അതിജീവിക്കാൻ താങ്കൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് കൂടി ചോദ്യമായി നിൽക്കുന്നുണ്ട്. അതിനൊരു ഉത്തരം കൂടെ പറയേണ്ടത്. ഇപ്പോൾ i2i ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ സഭകളെ സംബന്ധിച്ചിടത്തോളം അറിയാം, ഇന്ന് നമ്മൾ കാണുന്ന മറ്റുള്ള എല്ലാ മാഫിയ പ്രസ്ഥാനങ്ങളെക്കാരും വളരെ ശക്തരാണിവർ. കാരണം ഇവരുടെ കയ്യിൽ സമ്പത്തുണ്ട്, ഇവരുടെ കയ്യിൽ അധികാരമുണ്ട്. ഇവർ വിചാരിച്ച ഒരു സമാന്തര സർക്കാർ എന്ന് വേണം തന്നെ പറയാം. അന്നേരം ഇത്രയും പ്രബലരായ ശക്തികളുമായിട്ടാണ് നമ്മൾ ഇവരുടെ പൊള്ളത്തരങ്ങളാണ് നമ്മൾ സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത്. കാരണം ഒരു ചലഞ്ചുമില്ലാതെ, ഒരു കോമ്പറ്റീഷനും ഇല്ലാതെ വളരെ നിർഭയമായി ഇവർ ഇത്തരത്തിലുള്ള ചൂഷണങ്ങളും കച്ചവടങ്ങളുമായി പോകുമ്പോഴാണ് നമ്മൾ ഒരു വേറിട്ട ശബ്ദവുമായി വരുന്നത്. അന്നേരം അതിനെ എങ്ങനെയും തകർക്കുക എന്നത് ഇവരുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. അതെ, നമുക്കറിയാം ചരിത്രാതീത കാലം മുതൽ തന്നെ ഈ സ്റ്റേറ്റും റിലീജിയനും തമ്മിൽ പരസ്പരം എന്താ പറയുന്നത്, ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞു കൊടുക്കുക. സ്റ്റേറ്റിന് ഇഷ്യൂ വരുമ്പോൾ റിലീജിയൻ സപ്പോർട്ട് ചെയ്യുക, റിലീജിയന് സപ്പോർട്ട് ഇഷ്യൂ വരുമ്പോഴത്തേക്കും സ്റ്റേറ്റ് സപ്പോർട്ട് ചെയ്യുക. അന്നേരം ഇത് ചരിത്രാതീത കാലം മുതൽ തന്നെ നമ്മൾ കണ്ടു
കണ്ടുവരുന്ന സംഭവം. അന്നേരം ഇപ്പോഴും ഇവരുടെ എല്ലാം സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇവരുടെ ഈ ഒരു ഭരണകൂടത്തിൻ്റെ ആശീർവാദത്തോടുകൂടിയാണ് ഇവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അന്നേരം ഇവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചകളോ തട്ടിപ്പുകളോ ഉണ്ടായാൽ അത് ഭരണകൂടം തന്നെ ഇടപെട്ട് അതിനെ മൂടിവെക്കും. ഇപ്പോൾ i2 ന്യൂസ് പക്ഷേ ഈ പറയുന്ന പോലെ നമ്മൾ പിടിച്ചു നിൽക്കുന്നതിന് കാരണം നമ്മൾ സത്യസന്ധമല്ലാത്ത ഒരു വാർത്തകൾ പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. അതായത് കൃത്യമായ എവിഡൻസുകളില്ലാത്ത, കൃത്യമായ പ്രൂഫുകളില്ലാത്ത ഒരു വാർത്ത പോലും i2 ന്യൂസ് ഇതുവരെ നൽകിയിട്ടില്ല. നമ്മൾക്കെതിരെ ഈ തുടങ്ങിയ ഒരു 4.5 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 2000-ലധികം വക്കീൽ നോട്ടീസുകൾ വന്നിട്ടുണ്ട്, വിവിധ കേസുകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരൊറ്റ കേസിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ശിക്ഷിക്കുകയോ അതല്ലെങ്കിൽ നമുക്കൊരു മാപ്പ് പറഞ്ഞ് വാർത്തകൾ പിൻവലിക്കേണ്ടുന്നതായ ഒരു അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. പല മാധ്യമങ്ങൾക്കും അത്തരത്തിലുള്ള സാഹചര്യം അറിയാം. നമുക്ക് മുഖ്യധാരയിലുള്ള പല മാധ്യമങ്ങൾക്ക് പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. പക്ഷേ ഇതുവരെ നമുക്കത് സംഭവിച്ചിട്ടില്ലാത്തതിൻ്റെ കാരണം i2 ന്യൂസ് ഇന്നും ശക്തമായി മുന്നോട്ട് പോകുന്നതിൻ്റെ കാരണം നമ്മൾ സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നു, സത്യസന്ധമായ വാർത്തകൾ നൽകുന്നു, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നടത്തുന്നു. ഇതിൻ്റെ പിന്നിൽ യാതൊരു തരത്തിലുള്ള മോട്ടീവോ മറ്റൊരു തരത്തിലുള്ള ദുർലക്ഷ്യങ്ങളോ ഇല്ല എന്ന് ഇല്ല. ഈവൻ അത് ഈ തുടക്ക കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നുവെങ്കിൽ പോലും ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു നമ്മളുടെ ഉദ്ദേശശുദ്ധി ഈ കഴിഞ്ഞൊരു 4.5 വർഷത്തിനുള്ളിൽ നമ്മളുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു കറക്റ്റീവ് ഫോഴ്സായി. ഇപ്പോൾ നമ്മുടെ ഇടപെടൽ കൊണ്ട് നമുക്ക് തന്നെ പറയാം ഈ ക്രൈസ്തവ സമൂഹത്തിൽ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം പൗരോഹിത്യ വൃത്തിയിലുള്ള ഈ ആളുകളുടെ മനസ്സിൽ വലിയൊരു ഭീതി ഉണ്ടായിരുന്നു. ഇവരെ വിമർശിച്ചാൽ ശാപമുണ്ടാകും, അല്ലെങ്കിൽ തലമുറകളായി നാശമുണ്ട്. എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള ചില പേടികളുടെ പശ്ചാത്തലത്തിൽ സാധാരണഗതിയിലുള്ളൊരു വിശ്വാസി സമൂഹം അതിനെ പ്രതികരിക്കത്തില്ല. നമ്മുടെ പിതാക്കന്മാരെ അല്ലെങ്കിൽ നമ്മുടെ സഭയെ നമ്മൾ വിമർശിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ് ചെയ്യുന്നത്, പാപമാണെന്നുള്ള ആ ചിന്താഗതിയിൽ നിന്നും നമ്മൾ ധൈര്യപൂർവ്വം വന്ന് ഇവരെ വളരെ ശക്തമായ ഭാഷയിൽ അവിടെ നമ്മൾ വളരെ വലിയൊരു ചോദ്യം ചോദിക്കുക. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ശരിയാണ്, വിശ്വാസികൾ എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത് എന്നുള്ളത്. കാരണം ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുകയും ആ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായി ഈ പറയുന്ന സഭാ നേതാക്കന്മാരെ അല്ലെങ്കിൽ ഈ പറയുന്ന പിതാക്കളെയൊക്കെ ആ തരത്തിൽ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ആരാധന ഭയപ്പെട്ടു ഒന്നും പറയരുത്. പക്ഷെ പിതാക്കന്മാർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉന്നത തലത്തിലിരിക്കുന്നവർ എന്തുകൊണ്ടാണ് ഇതിനെ കച്ചവടവൽക്കരിക്കപ്പെടാം എന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ ഈ വിശ്വാസി സമൂഹം അവർ വിശ്വസിക്കുന്നു ദൈവമുണ്ടെന്ന്, വേറെ വിശ്വസിക്കുന്നു. എന്നാൽ ഈ സഭാപിതാക്കന്മാർ ഉറച്ചു വിശ്വസിക്കുന്നു ദൈവമില്ല എന്ന്. കാരണം ഇവർ ലോകത്തിലെ ഏറ്റവും വലിയ ഈ നിരീശ്വരവാദികൾ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് പറയാം ഈ സഭാപിതാക്കന്മാരാണ്. കാരണം ഇവർക്ക് തന്നെ അറിയാം ഇവർ ചെയ്തേക്കുന്ന ഈ ചെയ്തികൾ ദൈവം എന്നൊരാൾ ഇത് കാണുന്നുണ്ടായിരുന്നുവെങ്കിൽ ഇവൻ ഈ ഭൂമിക്ക് മേലിൽ അവശേഷിക്കുമായിരുന്നില്ല എന്ന് ഇവർക്ക് ഉറപ്പുണ്ട്. അന്നേരം അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് ഈ സഭാ നേതൃത്വം ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഈ വിശ്വാസ സമൂഹം ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നു, ഇവർ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണെന്ന് അവർ വിശ്വസിക്കുന്നു. അന്നേരം ഈ പറയുന്ന ഈ ഒരു ബാലൻസ് ഇവരുടെ ഈ മുഖംമൂടി അഴിഞ്ഞു പോകാതെ ഈ നാടകം കാലാകാലങ്ങളായി നൂറ്റാണ്ടുകളായി ഇവർ തുടർന്നു വരുന്നു. ഈ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചുള്ള ഒരിക്കലും ഒരു യുക്തിസഹജമായി ഇവർ ചിന്തിക്കത്തില്ല. കാരണം ഒരു സഭയുടെ ചട്ടക്കൂട്, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലൊരു ഫോർമേഷനാണ് നടക്കുന്നത്. കാരണം ഒരു ഗർഭസ്ഥാവക അവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ അത്തരത്തിലൊരു ഫോർമേഷൻ നടക്കുക. കാരണം മാതാപിതാക്കൾ വീട്ടിലിരുന്ന് സന്ധ്യാസപ്രാർത്ഥന നടത്തുന്നു, അവർ പള്ളിയിൽ പോകുന്നു, ആ ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞ് തന്നെ ഇത് അനുഭവിച്ചു വരിക. പിന്നെ ആ കുഞ്ഞ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് മാമോദിസ മുക്കുന്നു, മാമോദിസ മുക്കിയ കുഞ്ഞിനെ പിന്നീട് എന്താ അവൻ സൺഡേ സ്കൂളുകളിലൂടെ കടന്ന് 12ാം ക്ലാസ് വരെ പോകുന്നു, എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങളിലൂടെ പോകുന്നു. ഇങ്ങനെ അവൻ്റെ സമസ്ത മേഖലകളിലും ഇവൻ്റെ മരണം മാത്രമല്ല, മരണം കഴിഞ്ഞാലും ഈ അമ്പലിക്കൽ കോഡ്, ഈ ഇൻവിസിബിൾ ആയിട്ടുള്ള അമ്പലിക്കൽ കോഡ് കട്ടിയപ്പെടുന്നില്ല. സഭയുമായിട്ട് ഇവനെ ചേർത്ത് നിർത്തി പോവുക. പിന്നീട് കഴിയുമ്പോഴത്തേക്ക് ഇവരെ ഈ ആനയുടെ ട്രെയിനിങ്, ഇത്രയും ശക്തനായ ആനയ്ക്ക് ആ ട്രെയിനിങ് എന്താ പറഞ്ഞാൽ അവൻ്റെ പരിശീലനം കഴിയുമ്പോഴത്തേക്ക് അവൻ്റെ കാലിൽ ചെറിയ ചങ്ങല കെട്ടിയിട്ടിട്ടില്ലേ പോലും ഇത് അതുപോലെ ഫീൽ ചെയ്യും. ഈ തരത്തിലാണ് വിശ്വാസി സമൂഹം എന്ന് പറയുന്നത്. ഇവൻ ഒരിക്കലും യുക്തിസഹജമായിട്ട് ചിന്തിക്കത്തില്ല. ഇവർ പറയുന്നത് കേട്ട്, ഇവർ പറയുന്ന പൊട്ടത്തരങ്ങൾ കേട്ട് അതിന് ശരിവെച്ച് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകുന്ന ഒരു അതുകൊണ്ടാണ് നമ്മൾ വാക്കുകൾ പറയുന്നത് മുണ്ണവിശ്വാസികൾ എന്നൊരു പദം നമ്മൾ പറയുന്നത്. കാരണം ഇവൻ ഒരിക്കലും തല ഉപയോഗിക്കത്തില്ല. ഈ പറയുന്ന പിതാക്കന്മാർ പറയുന്ന വാചകങ്ങളാണ് വേദവാക്യമായിട്ട്. അന്നേരം പിന്നീട് നമ്മൾ അതിൽ ഇൻ്റർഫിയർ ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറവിൽ ഇപ്പോൾ ഒരു വിശ്വാസം, നമ്മളൊരിക്കലും ദൈവവിശ്വാസത്തിന് എതിരല്ല. ഇതെല്ലാം ഒരു പ്രപഞ്ചമെല്ലാം ഒരു ഈശ്വര സൃഷ്ടിയാണ്, അല്ലെ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്. സൃഷ്ടാവിനെ നമ്മൾ സ്മരിക്കണം എന്ന് പറയുന്നത് ഒരു നല്ല ചിന്ത തന്നെ. നമ്മളൊരു നിരീശ്വരവാദത്തിലേക്ക് ആരെയും നമ്മൾ നയിക്കുന്നില്ല. പക്ഷേ
ഇതിനെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ വിശ്വാസത്തിൻ്റെ മറവിൽ ഈ വിശ്വാസികളെ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടും ലൈംഗികപരമായിട്ടും ഏതൊക്കെ ഇമോഷണലായിട്ടും ഏതൊക്കെ തരത്തിൽ ചൂഷണം ചെയ്യാൻ പറ്റുമോ അത്തരത്തിലുള്ള വലിയൊരു ചൂഷണത്തിനാണ് നമ്മുടെ സമൂഹം ഇരയായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല വിഷയങ്ങളുടെയും റൂട്ട് കോസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. കാരണം ഇതിനകത്ത് ഇപ്പോൾ താങ്കൾ പറഞ്ഞ അതിൽ നിന്ന് ഞാൻ വരുന്നത് പലതരത്തിൽ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. അതിനെ സാമ്പത്തികപരമായിട്ടും ലൈംഗികപരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നത് പലതരത്തിൽ പിതാക്കന്മാർ ഇത്തരത്തിൽ ചെയ്യുമ്പോഴും പൊതുസമൂഹം എന്തുകൊണ്ടാണ് അവരെ വീണ്ടും വിശ്വസിക്കുന്നത് എന്നൊരു ചോദ്യം വരുന്നില്ല. ആ വിശ്വാസത്തിനെയല്ലേ മാറ്റേണ്ടത്, അല്ലെങ്കിൽ ആ വിശ്വാസത്തിനെയല്ലേ നമ്മൾ തുറന്നു കാണിച്ചു കൊടുക്കേണ്ടത്? ഇത് എന്തിനാണ്? അതെ, ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് ഈ ഇതിൻ്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് മതഗ്രന്ഥമാണ്. ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ വേദപുസ്തകമാണ് ഇതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത്. പക്ഷേ ഈ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിശുദ്ധ വേദപുസ്തകം എന്ന് പറഞ്ഞാൽ ഇവർ കാര്യമായിട്ട് വായിച്ചിട്ടില്ല, ഇതിനെക്കുറിച്ച് അറിവില്ല. ഓരോ സഭകളും ഉണ്ടായേക്കെന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്തുവേ ഒരു വിശുദ്ധ ബൈബിളുവേ ഉള്ളെങ്കിൽ പോലും 10,000-കണക്കിന് സഭകൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരുടേതായിട്ടുള്ള പല കൂദാശകളും ക്രമങ്ങളും എല്ലാം ഇവരുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും രസകരം എന്ന് പറഞ്ഞാൽ ഈ കൂദാശകളൊന്നും ക്രിസ്തു ചെയ്തിട്ടില്ല. ക്രിസ്തു ആരുടെയും മാമോദിസ നടത്തി കൊടുത്തിട്ടില്ല. ക്രിസ്തു ആരുടെയും വിവാഹ ശുശ്രൂഷ കൊടുത്തിട്ടില്ല. ക്രിസ്തു ഒരിക്കൽ പോലും ഇവരുടെ ഈ മറ്റേ ശുശ്രൂഷയോ മരണാനന്തര ശുശ്രൂഷ കിട്ടില്ല. ക്രിസ്തുവിന് പോലും നല്ലൊരു മരണാനന്തര ശുശ്രൂഷ കിട്ടിയിട്ടില്ല. അന്നേരം ഇവരുണ്ടാക്കിയിരിക്കുന്ന ഈ ശുശ്രൂഷകളെല്ലാം എന്ന് പറയുന്നത് ഈ ചിട്ടവട്ടങ്ങളും താരിപ്പുകളും എല്ലാം ഇവരുടെ കച്ചവടത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമാണ്. അന്നേരം ഇവരുടേതായ ചില കുർബാന ക്രമങ്ങളും ചിലരുടെ ചിട്ടവട്ടങ്ങളും ആചാരങ്ങളും എല്ലാം അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അന്നേരം ഈ വിശ്വാസി സമൂഹമെല്ലാം ചുറ്റിപ്പറ്റി ഇവരുണ്ടാക്കിയിരിക്കുന്ന ഈ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമാണ് പോകുന്നത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിലേക്കോ വിശുദ്ധ വേദപുസ്തകം എന്ത് പറയുന്നോ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ഒരു വിശ്വാസി സമൂഹം പോലും അറിയുന്നില്ല. അതുകൊണ്ട് ITV ന്യൂസിനെ സംബന്ധിച്ച് നമ്മൾ ഫോട്ടോ എടുക്കുന്നത് വിശ്വാസി സമൂഹം നിങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു, ക്രിസ്തുവിനെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിശുദ്ധ വേദപുസ്തകം വായിക്കുക. ഇതെന്ന് പറഞ്ഞാൽ ഇത് സാധാരണ ഇതൊരു തിയോളജിനും എഴുതിയതല്ല, ഇതൊരു ഡോക്ടറേറ്റ് കിട്ടിയവരെ എഴുതിയതല്ല. ഇതെന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ മനുഷ്യരുടെ സ്നേഹന്മാരുടെ അനുഭവങ്ങളാണ്. അത് ആർക്കും വായിച്ചാൽ മനസ്സിലാക്കാവുന്ന ഭാഷയിൽ നിന്ന് അവൈലബിൾ ആണ്. അതുകൊണ്ട് അതിൻ്റെ വചനസത്യങ്ങൾ അതിൻ്റെ പൊരുൾ മനസ്സിലാക്കി ജീവിക്കുക. ഓരോ വ്യക്തിയും ഓരോ മനുഷ്യനുമാണ് അവനാണ് ദേവാലയം. അതെ, നമ്മൾ ഈ കുംഭസാരം എന്ന് പറയുന്ന സാധനം താങ്കൾ പറഞ്ഞാൽ പ്രാർത്ഥന കുർബാന ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ കുംഭസാരം എന്ന് പറയുന്നത് കുംഭസാരം നടക്കുമ്പോൾ കുംഭസാര രഹസ്യങ്ങളുണ്ടാകും. ഈ രഹസ്യങ്ങൾ എന്ന് പറയപ്പെടുന്ന ഈ പിതാക്കന്മാർക്ക് മാത്രം, അല്ലെങ്കിൽ ആരുടെത്താണോ ഇത് ഈ കുംഭസാരം നടത്തുന്ന അവർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ. ഈ രഹസ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും പലതരത്തിലുള്ള ചെയ്തികൾ നടത്തുന്നില്ലേ? അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അതിലേക്കല്ലേ ഈ ലൈംഗികപരമായിട്ട് ഇവരെ സ്വാധീനിക്കുവാനും അല്ലെങ്കിൽ എത്തിക്കുവാനും കഴിയുന്നതുകൊണ്ട് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയമാണ്. ഒരു ഹർജി സുപ്രീം കോടതിയുടെ മുന്നിൽ തന്നെയുണ്ട് ഈ കുംഭസാരം നിരോധിക്കണമെന്ന് പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇതൊരു വചനവിരുദ്ധമാണ്, ക്രൈസ്തവ വിരുദ്ധവുമാണ്. ബൈബിളിൽ ഒരിടത്ത് പോലും കുമ്പസാരിച്ചു അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മുന്നിൽ ആരെങ്കിലും കുമ്പസാരിച്ചു, ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാരെങ്കിലും കുമ്പസാരിപ്പിച്ചു എന്നില്ല. അന്നേരം ഈ സഭകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു കുമ്പസാരം ഉണ്ടാക്കിയത്, അതല്ലെങ്കിൽ ആണ്ടുകുമ്പസാരം നടത്തിയില്ലെന്നുണ്ടെങ്കിൽ അവനെ പൊതുയോഗത്തിലിരിക്കാൻ പറ്റത്തില്ല, അവനെ വിവാഹം കഴിപ്പിക്കത്തില്ല, മറ്റേ ചെയ്യിക്കത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇമോഷണലി അവനെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഈ കുമ്പസാരം. അന്നേരം കുമ്പസാരത്തിലൂടെ ഒരു വൈദികൻ്റെ മുന്നിൽ പോയി നമ്മൾ ഇപ്പോൾ നമ്മുടെ മനസ്സ് തുറന്ന് ചില കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ആ പറയുന്നു വരുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കുമ്പസാര രഹസ്യം പുറത്തു പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ വിശ്വസിച്ച ഒരാളെ നമ്മുടെ ചില രഹസ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവർക്കൊരു വിധേയനായിരിക്കും. എൻ്റെ ഈ രഹസ്യം അദ്ദേഹത്തിന് അറിയാമല്ലോ. അന്നേരം അദ്ദേഹത്തിൻ്റെ മുന്നിൽ എനിക്ക് ഒരിക്കലും തല ഉയർത്തി എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ഇപ്പോഴും അദ്ദേഹത്തിന് വിധേയനായിരിക്കും. അന്നേരം ഒരു പൗരോഹിത്യ കുടില ചിന്തയാണ് വിശ്വാസികളുടെ ഉള്ളിലുള്ള അവൻ്റെ സത്യം അറിയുക, അവൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ ഇത് ഇന്ന് ഈ അതായത് വിശ്വാസികളെ അടിമയാക്കി വെക്കുവാനുള്ള ഒരു തന്ത്രമാണ് കുമ്പസാരം. സ്ത്രീകളെ സംബന്ധിച്ച് അപരകളായ പല സാധാരണക്കാരായ സ്ത്രീകളോടും യുവന്മാർ പറയും, നിങ്ങൾ മനസ്സ് തുറന്ന് കുമ്പസാരിക്കണം, കുമ്പസാരിച്ചു കഴിഞ്ഞാലേ പാപമോചനം കിട്ടത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഈ സ്ത്രീകൾ അവരുടെ ജീവിതത്തിലുണ്ടായ അല്ലെ അവരുടെ ചെറുപ്രായത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചില ദുർബല നിമിഷങ്ങളിൽ അവർക്കുണ്ടായ തെറ്റുകൾ സ്വാഭാവികമാണ്. അവർക്ക് ആ സ്വാഭാവികൾ ഇവരോട് മനസ്സ് തുറന്ന് പറയും. ഇത് തുറന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അവരിപ്പോൾ ഒരു ഭർത്തൃമതിയാവാം, അവർക്ക് കുട്ടികളുണ്ടാകാം, സമൂഹത്തിൽ ഏതെങ്കിലും ഉന്നത പദവി വഹിക്കുന്നവരാവാം. അവരെന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള കുടില ഇപ്പം ഇത്തരത്തിലുള്ള വൈദികന്മാരെ സംബന്ധിച്ചുള്ളൂ ഇവരെന്ത് ചെയ്യും? ഇത് വെച്ച് ഇവരെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യും. അതെ അതെ, അത്തരത്തിലുള്ള ഏറ്റവും നല്ലതാണ് ITV ന്യൂസ് തന്നെ. സത്യം പറഞ്ഞാൽ ആ ന്യൂസ് പുറത്തു വരുവാൻ വേണ്ടി അതിനെ ഏറ്റവും പ്രയത്നിച്ചത് നമ്മളാണ്. കാരണം കുമ്പസാര പീഡന കേസ്, അതായത് ഓർത്തഡോക്സ് സഭയിലെ തന്നെ 5 വൈദികർ ചേർന്ന് ഒരു യുവതിയെ
ഈ കുമ്പസാരത്തിലൂടെ രഹസ്യങ്ങൾ ഇവരറിഞ്ഞ് ആദ്യം ഒരു വൈദികൻ പീഡിപ്പിച്ചു, പിന്നീട് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായവരോട് പറഞ്ഞു. അങ്ങനെ 5 വൈദികർ ചേർന്ന് ഒരു യുവതിയെ പീഡിപ്പിച്ച കേസ് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭയിൽ തന്നെ മറ്റൊരു വൈദികൻ, നമ്മളത് പരമ്പരകളായിട്ട് വാർത്ത കൊടുത്തിട്ടുള്ളതാണ്, കുമ്പസാര രഹസ്യം ഇടവകയിൽ തന്നെയുള്ള ഈ സ്ത്രീ സമാജത്തിലെ ഒരു സ്ത്രീയോട് പറഞ്ഞു, ഇവളാൾ ശരിയൊന്നുമല്ല, വെടിപ്പല്ല, ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കുമ്പസാരത്തിലൂടെ പറഞ്ഞ കാര്യം ഈ സ്ത്രീകളുടെ അടുത്ത് വെളിപ്പെടുത്തി. അങ്ങനെ ആ സ്ത്രീ ആത്മഹത്യ ചെയ്തു. ഈ വൈദികൻ്റെ പേരെഴുതി ആത്മഹത്യ ചെയ്തിട്ട് പോലും അയാളെ എന്ത് ചെയ്തു, സഭ ആളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി അവൻ്റെ രൂപവും ഭാവവും മാറ്റി അവനെ റംബാൻ എന്നൊരു പൊസിഷൻ കൊടുത്തു. അന്നേരം ഇതുപോലുള്ള നിരവധി പുറത്തു വരാത്ത, ഇതിന് സാധാരണഗതിയിൽ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലേ, നീചമായ, നികൃഷ്ടമായ, മനുഷ്യത്വരഹിതമായ പല തരത്തിലുള്ള ചൂഷണങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഇതൊന്നും പുറത്തു വരുന്നില്ല. പക്ഷേ ITV ന്യൂസ് ഇത്തരത്തിലുള്ള വാർത്തകൾ നൽകി തുടങ്ങിയതോടെ പല ആളുകളും ധൈര്യപൂർവ്വം മുന്നോട്ട് അതിലേക്കാണ് ഞാനും വരുന്നത്. ഇത് കൊടുത്തതിന് ശേഷം അത് നമ്മൾ ITV ന്യൂസ് ഞാൻ ഒത്തിരി കാലമായിട്ട് ഈ മാധ്യമപ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും ഈ സഭകളെ ഇങ്ങനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന അഴിമതികൾ, ഇത്തരത്തിലുള്ള ദുഷ്ചെയ്തികൾ അതിനെ തുറന്നു കാട്ടാൻ ആരും ശ്രമിച്ചിട്ടില്ല. സുനിൽ നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ അതിനുശേഷം താങ്കളിപ്പോൾ പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിൽ വിശ്വാസ സമൂഹത്തിന് നമുക്കൊന്ന് ഉണർത്താനെങ്കിലും അത് ഉപകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ഒഴുക്കിനൊത്ത് ഇതുപോലെ വിശ്വാസ സമൂഹമായി ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് എന്തിനും ഏതിനും വചനങ്ങളുണ്ട്. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ് ലൂമാരി വ്യഭിചാരവും മോഷണം നടത്തിയിട്ട് ഈ ഒരൊറ്റ വചനം തട്ടിവിട്ടാൽ തീർന്നോടെ അവൻ ഓർക്കടാ, ശരിയാണല്ലോ, നമ്മളും മറ്റേ ബലഹീനരും പാപികളുമാണ്. ഇങ്ങനെയൊക്കെയുള്ള ചില ആൻറ്റിസിപ്പേറ്ററി ബെയിലുകൾ എടുത്ത് ഇവന്മാർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഈ വേർന്നത്. അന്നേരം അതുകൊണ്ട് ഇതിനകത്തുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലായി ഈ ആത്മീയത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന വൈദികരെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരൊന്നുമല്ല, ഇതൊരു തൊഴിലാണ്. ഇന്ന് ഓരോ തൊഴിലും പോലെ ഈ വൈദിക വൃത്തി എന്ന് പറയുന്നത് ഒരു ഉപജീവനത്തിലുള്ള ഒരു തൊഴിൽ മാത്രമാണ് എന്ന തലത്തിലേക്ക് വിശ്വാസികൾ മനസ്സിലാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. ഇപ്പോഴും എന്താ പറഞ്ഞാൽ ഈ നല്ലൊരു വിഭാഗം ഒരു 70% ആൾക്കാരുടെയും തലയിൽ ഇപ്പോഴും കയറിയിട്ടില്ല. പക്ഷേ ഒരു 30% ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഇത് വെറും ഒരു തൊഴിലാണ്. അന്നേരം ഇതിനെ അങ്ങനെ കണ്ടാൽ മതി. ഇതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളേതായാലും ഈ സമൂഹത്തിലും ഇങ്ങനൊരു ജനിച്ചു പോയി. അന്നേരം അതുകൊണ്ട് ഇനി ഒരു മരണവും ഒരു വിവാഹവും ഒക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ ആവശ്യം, ഒരു സോഷ്യലൈസിങ്ങിൻ്റെ ഭാഗം എന്നുള്ള രീതിയിൽ ആയതുകൊണ്ട് മാത്രമാണ് ഇവർ ഇന്ന് പോകുന്നത്. അതായത് ഇന്ന് ഒരു പബ്ലിക് ക്രെമറ്റോറിയം, ഒരു ശവസംസ്കാരത്തിനുള്ള ഒരു മാർഗവും വിവാഹത്തിന് ഓൾറെഡി രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനമായി ഓരോ പഞ്ചായത്തിലും ഓരോ ഇലക്ട്രിക് ക്രെമറ്റോറിയം വന്നാൽ ഈ സത്യം പറഞ്ഞാൽ ഇത് ഈ ഒരു 50% കച്ചവടവും പൊളിയും. കാരണം പലരും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള പേടിയാണ്. എനിക്ക് കല്ലറയില്ലാതായി പോകുമോ അല്ലെ മരിച്ചു കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും എന്നുള്ള ഈ ഒരു ഒറ്റ ഭയം കൊണ്ടാണ് നല്ല ശതമാനം പേരും ഇന്ന് ഇവരുടെ ഈ അഴിമതികളെയും ഈ തട്ടിപ്പുകളെയും ഒക്കെ സഹിച്ച് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം ITV ന്യൂസുകൾ മാത്രമല്ല അതുപോലുള്ള വാർത്തകൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്, സഭാ നേതാക്കന്മാരെയും പിതാക്കന്മാരെയും എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ സഭാവിശ്വാസികൾ ഇവരെല്ലാം താങ്ങി നിൽക്കുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യം ഉണ്ടാകും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളത് കമ്മ്യൂണിസവുമായിട്ട് ചിന്തിച്ചത്, ഈ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയപ്പെടുന്നതും ക്രൈസ്തവരെന്ന് പറയപ്പെടുന്ന സംവിധാനവും ഒന്നിച്ചു ചേർത്ത് പോകേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതായത് ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു കേഡർ സ്വഭാവമാണ്. ഒരു കേഡർ സംവിധാനത്തിലൂടെ വന്ന് പോളിറ്റ് ബ്യൂറോയിൽ എത്തപ്പെടുന്ന ഒരു വ്യക്തി നൽകുന്ന ചില നിർദ്ദേശങ്ങൾ അതനുസരിക്കുക എന്നുള്ള തലത്തിലേക്ക് ആ പാർട്ടി അണികൾ എത്തപ്പെടുന്നു. പാർട്ടി അണികളെ അവിടെ ഈ പറയുന്ന പോലെ അടിമകളാക്കി വെച്ചിരിക്കുന്നു. അതേ സിദ്ധാന്തം തന്നെയല്ലേ ഈ ക്രൈസ്തവ സമൂഹത്തിനകത്ത്? വളരെ നല്ലൊരു എക്സാമ്പിളാണ്. കാരണം നമുക്ക് ഈ കമ്മ്യൂണിസവും ഈ ക്രിസ്ത്യാനിറ്റിയും തമ്മിൽ നമുക്ക് നല്ലൊരു കമ്പാരിസണാണ്. കാരണം ഈ രണ്ടും വളരണമെങ്കിൽ ദാരിദ്ര്യം ആവശ്യമാണ്, കഷ്ടത ആവശ്യമാണ്. ഈ പറയുന്ന ഇവരുടെ ഏറ്റവും വലിയ ഫെർട്ടൈൽ ലാൻഡ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കഷ്ടതയും ഈ എന്താ പറയുന്നത് ദാരിദ്ര്യവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ രണ്ടും വളരത്തുള്ളൂ. അന്നേരം ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുന്നത് എപ്പോഴാണ്? അടുക്കുന്നത് പറഞ്ഞാൽ അവന് കഷ്ടപ്പാട് വരുമ്പോഴോ, അവന് രോഗം വരുമ്പോഴോ, അവന് പീഡകൾ വരുമ്പോഴോ, അവന് ഭയം വരുമ്പോഴോ ആണ് വരുന്നത്. അന്നേരം എപ്പോഴും ഈ പൗരോഹിത്യവർഗം ശ്രമിക്കുന്നത് ഈ ഒരു ഭീതി, നരകവും സ്വർഗവും പാപവും പുണ്യവും ഈ ചില സാധനങ്ങൾ ഇട്ടിട്ടാണ് ഇവർ കളിക്കുന്നത്. അന്നേരം എപ്പോഴും ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നീ പാപിയാണ്, ഇതൊന്നും നിന്റെ കഴിവല്ല, ഇതെല്ലാം മേളിൽ നിന്നുള്ള ഒരാളുടെ അനുഗ്രഹം കൊണ്ട്, ഇതൊന്നും നിന്റെ മെറിറ്റോ നിന്റെ കഴിവുമല്ല എന്ന് പറഞ്ഞ് അവനെ സപ്രസ് ചെയ്ത് അവനെ സൈക്കോളജിക്കലി അവനെ ഇടിച്ച് താഴ്ത്തി അവൻ്റെ മനസ്സിൽ ഈ രോഗ പാപ
ചിന്തകൾ വളർത്തി ഈ യുവമാരെ അടിമകളായിട്ട് കൊണ്ടുവച്ചിരുന്നത്. ഇപ്പോൾ കമ്മ്യൂണിസവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്കും പ്രതീക്ഷ നൽകുക. എന്താ പറയുന്നത്, നാളെ തൊഴിലാളി വർഗം, അതെ അതെ, ഒരു പൊൻപുലരി നമുക്ക് ഉണ്ടാകും എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഓർക്കണം ഈ രണ്ട് കൂട്ടത്തിലും ഇതിൻ്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നവർക്കാണ്. കട്ടച്ചായയും മറ്റേ ദിനേശ് ബീഡിയുമായിട്ട് നടന്നവരെ സംബന്ധിച്ചോളം ഇന്ന് ഏത് ലെവലിലെത്തി നമ്മൾ നോക്കുക. നമ്മുടെ മുന്നിൽ തന്നെ ഉദാഹരണമുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഞങ്ങളുടെ ഒരു സഭാധ്യക്ഷൻ പണ്ട് എളിമയോടെ പറയുമായിരുന്നു, എൻ്റെ അപ്പൻ കാളവണ്ടിക്കാരനായിരുന്നു, എൻ്റെ അമ്മ അടുത്ത വീടുകളിൽ പാത്രം കഴുകാൻ പോകുമായിരുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ദിവസം പുള്ളി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ടൊയോട്ട വെൽഫെയർ ഒരു കാറ് മേടിച്ചു. അതിനു മുമ്പ് അദ്ദേഹത്തിന് ഓൾറെഡി ഒരു കാംറി ഉണ്ട്, ഒരു ബെൻസ് ഉണ്ട്, ലെക്സസ് ഉണ്ട്. അന്നേരം ഇതുപോലെ ഏറ്റവും അതിസമ്പന്നതയിൽ ഇവർ ഈ പറയുന്ന പോലെ ഈ രണ്ട് കൂട്ടരുടെയും അപ്പെക്സ് തലത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഏറ്റവും സുഖലോലുപതയിൽ അതിസമ്പന്നതയിൽ ഇവർ വിരാജിക്കുന്നു. ഇവരുടെ അണികളെ സംബന്ധിച്ചിടത്തോളം ഇവന്മാർ എന്നും അടിമകളും കഷ്ടതയിലും ദരിദ്രയിലും. കാരണം ഇവൻ ഒരിക്കലും തല പൊക്കാൻ പാടില്ല. ഇവൻ എന്തെങ്കിലും ഒരു പ്രാപ്തിയായാൽ അവൻ ക്വസ്റ്റ്യൻ ചെയ്യും, അവൻ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യും. അന്നേരം സാമ്പത്തികമായിട്ടോ ഇൻ്റലക്ച്വലായിട്ടുള്ളോ ഇവനൊരു ഒരു മേൽക്കൈ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരെ ചോദ്യം ചെയ്യും. അന്നേരം അതുകൊണ്ട് ഈ രണ്ട് കൂട്ടരും നോക്കുന്നത് ഒരു കാരണവശാലും ഇവൻ്റെ അണികളെന്ന് പറയുന്നവന്മാർ അടിമകളാകണം, അവന്മാർക്ക് ഒരു തരത്തിലുള്ള മേൽഗതിയും ഉണ്ടാകാതിരിക്കരുത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ചുമ്മാ വാഗ്ദാനങ്ങളും സ്വപ്നങ്ങളും ഇവർ കൊടുത്തുകൊണ്ടിരിക്കും. ഇവൻ ഈ സ്വപ്നം യുവമാർക്കറിയാം, യുവമാരുടെ ഈ ജീവിതമാണ് സ്വർഗമെന്നറിയാം. യുവമാർ സുഖിക്കുന്നു. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയും, നിനക്ക് മരണാനന്തര ജീവിതമുണ്ട്, നിന്നെ കാത്തിരിക്കുന്നത് സ്വർഗമാണ്. അതുകൊണ്ട് ഈ കഷ്ടതയൊന്നും കഷ്ടതയല്ല, കഷ്ടതയിലൂടെ പോയാലേ നിനക്ക് സ്വപ്നം പ്രാപിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇവൻ മേഴ്സിഡസിലും സഞ്ചരിച്ച്, ഇവൻ അണ്ടിപ്പരിപ്പും വൈനും കഴിച്ച് ലക്ഷറി റിസോർട്ട് വയ്ക്കുന്ന ഇവൻ കഞ്ഞിയും കുടിച്ചിട്ട് ആ പൈസയും കൂടെ കൊണ്ട് ഇവന്മാർക്ക് കൊടുക്കുന്നു. ക്രൈസ്തവ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മളെ തുറന്നു കാട്ടിയത് മാത്രമായിരിക്കില്ല, ഇനിയും കാണുമായിരിക്കും, ഒരുപാട് കാണുമായിരിക്കും. അപ്പോൾ ഇത് തുറന്നു കാട്ടേണ്ടതുമുണ്ട്. പക്ഷേ ഇവിടെ ഈ ക്രൈസ്തവ സമൂഹത്തിനോടൊപ്പം തന്നെ നമുക്കറിയാം മറ്റു മതസ്ഥർ, ഹിന്ദു സമൂഹമാകട്ടെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹമാകട്ടെ, ഇവരൊക്കെ ഇതുപോലുള്ള പല പരിപാടികളും ഇവിടെ നടത്തുന്നുണ്ട്. പല തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്ന വിഭാഗമാണ് ഹിന്ദുക്കളും. അതില്ലാന്ന് പറയുമ്പോൾ പല സന്യാസിമാരും എല്ലാ സമൂഹത്തിലുണ്ട്, മുസ്ലിം സമുദായത്തിലില്ല. പക്ഷെ ഇവിടെ ഈ ഗവൺമെൻറ്റുകൾ ഇവരെ പലപ്പോഴും സർക്കാരുകൾ ഇവരെ ഏകീകരിക്കുന്നത് ഇപ്പോൾ ഹിന്ദുക്കൾക്കാണെങ്കിൽ ദേവസ്വം ബോർഡ് എന്ന് പറയപ്പെടുന്ന സംവിധാനവുമായിട്ട് കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാൻ. അതേസമയത്തിന് വഖഫ് ബോർഡ് എന്ന് പറയുന്നത് വലിയ വിഷയം നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും വഖഫ് ബോർഡ് എന്ന് പറയപ്പെടുന്ന മുസ്ലിം സമൂഹത്തിനെ കൂട്ടായി കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനോടൊപ്പം ചേർന്നു. എന്താണ് ഈ ക്രൈസ്തവ സമൂഹത്തിനെ അങ്ങനെ ചേർത്ത് നിർത്താൻ കഴിയാതായി പോകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? അതാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെയും ക്രൈസ്തവ സഭാപിതാക്കന്മാരുടെയും വിജയം എന്ന് പറയുന്നത്. കാരണം അവർ ഇതുവരെ വളയമില്ലാതെ ചാടിക്കൊണ്ടിരിക്കുക. കാരണം അവരെ ഇതുവരെ പിടികൊടുത്തിട്ടില്ല. ഇപ്പോഴും ഇവർ ഓർക്കുന്നത് ഇവർ നടത്തുന്നതെല്ലാം ഭയങ്കര സേവന പ്രവർത്തനങ്ങളാണ്. വിദ്യാഭ്യാസത്തെ നമ്മൾ മാത്രം പറഞ്ഞു, ഇന്ന് ഏറ്റവും ലാഭകരമായിട്ട് നടക്കുന്ന ഏറ്റവും ലാഭകരമായൊരു ബിസിനസ്സാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴും സർക്കാരിന് പോലും തോന്നിയിട്ടില്ല ഇതൊരു കച്ചവടമാണെന്ന് മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെ ആതുര സേവനം എന്ന് പറയുന്ന ആരോഗ്യരംഗം, ഏറ്റവും വലിയ കോർപ്പറേറ്റ് ആശുപത്രികളും ഏറ്റവും വലിയ ആരോഗ്യ കേന്ദ്രങ്ങളും ആരുടെയാണ്? ക്രൈസ്തവ സമൂഹത്തിൻ്റെ. പക്ഷേ ഇന്നും അതിനെ നമ്മൾ ആതുര സേവന രംഗം എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ഒരു ഓമന പേര് കൊടുത്തിട്ട് അതിനെയും സർവീസായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് വരെ ഇപ്പോഴാണ് സുപ്രീം കോടതി അത്തരത്തിലുള്ള ശക്തമായ നടപടി എടുത്തേക്കുന്നത്. ഇവരുടെ ഈ വൈദികന്മാരുടെയോ കന്യാസ്ത്രീകളുടെയോ ഇവരുടെ ഇൻകത്തിനും ഇവരുടെ സാലറിക്കും ഒന്നും ഒരു ടാക്സ് ഇതുവരെ പിടിക്കുന്നില്ലായിരുന്നു. എന്നിട്ട് ഇപ്പോഴാണ് അതിനുള്ളൊരു നടപടിയിലും തുടങ്ങിയത് പോലും. പക്ഷേ ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം പരിലാളനങ്ങളും ഏറ്റുവാങ്ങി വന്നൊരു സമുദായമാണ്. കാരണം വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്രൈസ്തവ സമൂഹം ഇപ്പം ഈ ക്രൈസ്തവ ഇൻവേർഷൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ നാട്ടുരാജാക്കന്മാർ അവരുടെ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാൻ വെച്ച സ്ഥലവും സാമഗ്രികളും വരെ നൽകി പള്ളികൾക്ക് വേണ്ടി വിട്ടുകൊടുത്തു. കണ്ണായ സംഘങ്ങൾ തിരുവനന്തപുരം തന്നെ നോക്കുക, നമ്മൾ ഈ ഇരിക്കുന്ന പ്ലേസിൻ്റെ തന്നെ തൊട്ടടുത്ത ഏറ്റവും പ്രൈം ലൊക്കേഷൻ എന്ന് പറയുന്നത് എല്ലാം ക്രൈസ്തവ മിഷനറിമാർക്ക് രാജാവ് ദാനമായിട്ട് നൽകിയതാണ്. അതുപോലെ CP രാമസ്വാമിയുടെ കൂടെ ഒട്ടി നിന്നതിന് കിട്ടിയതാണ് നമ്മളുടെ ഇവിടുത്തെ ഒരു പ്രമുഖ സഭയുടെ ഏറ്റവും കണ്ണായ സ്ഥലങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇരിക്കുന്ന സ്ഥലം. അതുപോലെ തന്നെ പലതരത്തിൽ ഇവർ വിശ്വാസികളുടെ കയ്യിൽ നിന്നും പണം മേടിക്കുന്നുണ്ട്. അതായത് ഇതെന്ന് പറഞ്ഞാൽ ഇനി ഒരു സീറോ റിസ്ക് ഗെയിം എന്ന് പറയാം, സീറോ റിസ്ക് ബിസിനസ് എന്ന് പറയും. കാരണം സഭാധ്യക്ഷന്മാർക്കൊന്നും ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ പണം മുടക്കോ ഇല്ല. കാരണം വിശ്വാസികൾ തണ്ടിപ്പിരിച്ച് പള്ളി ഉണ്ടാക്കുന്നു, പള്ളി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മെത്രാൻ്റെ ആകുന്നു, സഭയുടെയായി മാറുന്നു. ഇങ്ങനെ ഇവർ പോലും അറിയാതെ സഭയ്ക്ക് സ്ഥാപന ജംഗമ വസ്തുക്കൾ ഒരു സൈക്കിൾ ഉണ്ടാകുന്നു. പിന്നെ ഈ പള്ളികൾ ഉണ്ടാക്കിയവർ തന്നെ അവിടെ പള്ളിയിൽ കൂടി നടപ്പുകാരായി പോകണമെങ്കിൽ അവർ മാസവരി കൊടുക്കണം, അവരുടെ മാമദിസം അടക്കളയിൽ അതിന് ഫീസ് കൊടുക്കണം,
കല്യാണം നടക്കണമെങ്കിൽ അവർ പൈസ കൊടുക്കണം. മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ തുക മുടക്കി കല്ലറ മേടിക്കണം. പിന്നീട് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും പിന്നീട് ആണ്ട് കുർബാന നടത്തണമെങ്കിൽ അതിന് പൈസ കൊടുക്കണം. ഇങ്ങനെ ഏത് തരത്തിൽ പോയാലും ഇവർക്ക് പൈസ അങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇങ്ങനെ കിട്ടുന്ന പരിധിയില്ലാത്ത പണം, പരിധിയില്ലാത്ത സമ്പത്ത്, പക്ഷേ ഇതിനൊരു അക്കൗണ്ടബിലിറ്റി ഇല്ല. ഈ പണത്തിന് ഈ സഭ എന്ന പേരിൽ അല്ലെങ്കിൽ ഗോകുമാർ പറഞ്ഞ പോലെ ഒരു വോട്ട് ബാങ്ക് എന്ന ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇവർ നടത്തുന്ന ഇതിനെക്കുറിച്ചൊന്നും ഗവൺമെൻറ് ഇത്രയും കൺസേൺ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് യാതൊരു അക്കൗണ്ടബിലിറ്റി ഇല്ല, സുതാര്യതയില്ല. ഇവരുടെ കയ്യിൽ കള്ളപ്പണം വന്ന് കുമിയുന്നു. ഈ കള്ളപ്പണം വന്ന് എന്ത് ചെയ്യും? ഇവരെ സംബന്ധിച്ചുള്ള ഇവർ സുഖലോലുപരാകും. പല പാതിരിമാരും പല പെണ്ണുകേസുകളിലും പോയി ചെന്നുവിടുന്നു, പലതരത്തിലുള്ള അതിക്രമങ്ങളിൽ ചെന്നുവിടുന്നു, പല ചില ഇടപാടുകളിൽ ചെന്നുവിടുന്നു. ഇതിൻ്റെ എല്ലാം റൂട്ട് കോസ് എന്ന് പറയുന്നത് പരിധിയില്ലാത്ത കണക്കില്ലാത്ത പണം എന്നുള്ളതാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡുണ്ട്. ആ കിട്ടും. ഇപ്പോൾ ശബരിമലയിലാണെങ്കിൽ പോലും ശബരിമലയിൽ കിട്ടുന്ന പണം എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ടും അത് കാണിക്ക പോലും ഇതാ പത്രത്തിൽ അടുത്ത ദിവസം വരും. അതെ. എന്നാൽ ഇവരുടെ പ്രധാനപ്പെട്ട ദേവാലയങ്ങളിൽ പരിമല പള്ളിയിൽ കോടികളുടെ ഇൻകം വരുന്നു. അതുപോലെ തന്നെ ഓരോ ക്രൈസ്തവ ദേവാലയങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും വരുന്ന പണം എത്രയെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇവൻ ഇടവക്കാർക്ക് പോലും അറിയത്തില്ല. അന്നേരം അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സെർട്ടൺ എക്സ്റ്റെൻറ്റ് വഖഫ് ബോർഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ഈ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഗവൺമെൻറ്റിന് അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും പിടിയുണ്ട്. 100% പിടിയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരു റെഗുലേറ്ററി ബോഡിയോ ഒരു അത്തരത്തിലുള്ള അപ്പെക്സ് ഒരു കൺട്രോളിങ് ബോഡിയോ ഇല്ല. അന്നേരം അതിൻ്റെ ഏറ്റവും വലിയ വിക്ടിംസ് എന്ന് പറയുന്നത് ഈ വിശ്വാസി സമൂഹം തന്നെയാണ്. കാരണം ഈ വിശ്വാസി സമൂഹത്തെ തന്നെ പറ്റിക്കപ്പെടുന്നു. ഇവരുടെ ഈ കള്ളപ്പണം കൊണ്ട് തന്നെ സമാന്തര പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇവൻ സർക്കാരിനെ പോലും അട്ടിമറിക്കാനും പ്രാപ്തിയുള്ള ഒരു സമാന്തര സംവിധാനമായി ഇവർ മാറുന്നു. അന്നേരം അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ചർച്ച് ആക്ട്. ഇപ്പോൾ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ 2009 സർക്കാരിന് വളരെ വിശദമായ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത് ചർച്ച് ആക്ട് നടപ്പിൽ വരുത്തണമെന്ന് പറഞ്ഞത്. 15 വർഷമായി ഒന്നും നടന്നിട്ടില്ല. അതിനെ തുടർന്ന് വീണ്ടും ഭരണപരിഷ്കാര കമ്മീഷൻ ജസ്റ്റിസ് KT തോമസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷനും സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. അതിൻ്റെ മണ്ടയിലും ഒരു ഇതും നടന്നിട്ടില്ല. അന്നേരം അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ചർച്ച് ആക്ട് വരികയായിരുന്നുവെങ്കിൽ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന പല വിഷയങ്ങൾ, ഓർത്തഡോക്സ് യാക്കോബായ തർക്കം, അതുപോലെ കത്തോലിക്ക സഭ തമ്മിലുള്ള കുർബാന തർക്കം, CSI സഭകളിൽ നടക്കുന്ന തർക്കം, മാർത്തോമാ സഭയിലുള്ള തർക്കം, അതുകൂടെ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിൽ നടക്കുന്ന തർക്കങ്ങൾ, ന്യൂ ജനറേഷൻ സഭകളിൽ നടക്കുന്ന തർക്കങ്ങൾ, ഇതൊന്നും ഒരു പരിധിവരെ ഉണ്ടാകില്ല. അന്നേരം അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ ഒരു മോണിറ്ററിങ് അതോറിറ്റി ഉണ്ടാകണം. ചർച്ച് ആക്ടിലേക്ക് വരുന്നതിന് ഒരു കാര്യം കൂടി അതിനകത്ത്, കാരണം കുറച്ച് മുമ്പ് സുനിൽ പറഞ്ഞു വെച്ചതുപോലെ ഈ പരിമല ദേവാലയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുപോലുള്ള ദേവാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന കോടിക്കണക്കിന് രൂപയുടെ ഒരു കണക്കുകളില്ലാത്ത പണമുണ്ട്. പക്ഷേ ഇത് നമുക്ക് ആർക്കെങ്കിലും അറിയാൻ പറ്റുന്നുണ്ടോ? സമൂഹത്തിന് അറിയാൻ പറ്റുന്നോ? വിശ്വാസ സമൂഹത്തിന് അറിയാൻ പറ്റുന്നു? ആർക്കും അറിയാൻ പറ്റുന്നു. പക്ഷെ ഞാനൊരു കോൺട്രവേഴ്സി ആവുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ചോദിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിഷയമുണ്ടാകും. അവിടെ ഇത്തരത്തിലുള്ള സ്വർണ്ണമുണ്ട്, അറകളിൽ ഇത്രത്തോളം രത്നങ്ങളും പണ്ടങ്ങളും വജ്രങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ സർക്കാർ പെട്ടെന്ന് ചാടി വീഴുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് അതിന് വലിയ സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്, ആ കണക്കറിയേണ്ടതുണ്ട്, അതിനെക്കുറിച്ച് വലിയ തീരുമാനങ്ങൾ, ഭയങ്കര ചർച്ചകളും കോലാഹലങ്ങളും ഉണ്ടാക്കി. പക്ഷേ അപ്പോഴും എന്തുകൊണ്ടാണ് അതിനെയാണ് നമ്മൾ ശരിക്കും ഈ ഒരു ഇരട്ടത്താപ്പ് നമുക്ക് വിളിക്കേണ്ടത്. കാരണം അത്തരത്തിലുള്ള അത് പൊതുമുതലാണെന്ന് പറയുന്നു. എന്നാൽ ഈ പറയുന്ന ഈ അരമനകളിലോ സഭാസ്ഥാനങ്ങളിലോ ഇരിക്കുന്ന കോടാനുകോടികളുടെ സ്വത്തുക്കൾ, വിദേശ കറൻസികൾ, ഇവരുടെ വസ്തുവകൾ, ഇതിനൊന്നും യാതൊരു അക്കൗണ്ടബിലിറ്റിയും ഇല്ല. ഇവർക്ക് എന്തുമാകാം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വഖഫ് വിഷയത്തിൽ തന്നെ ഈ പറയുന്നു, ഇപ്പോൾ വഖഫ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു രേഖയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് അവർക്ക് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്നൊക്കെയുള്ള ഈ ഇരട്ടത്താപ്പ്, പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുക എന്നുള്ളൊരു സമീപനം ഇന്നും ഒരു സർക്കാരായിട്ട് തുടങ്ങിയതല്ല, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കാലാകാലങ്ങളായി. അന്നേരം ഈ ഇരട്ടത്താപ്പ് സത്യം പറഞ്ഞാൽ ഇത് അവസാനിപ്പിച്ച് എല്ലാവർക്കും, ഏത് വിഭാഗങ്ങളായിക്കോട്ടെ, അവർക്ക് തുല്യ അവകാശങ്ങളും, അവൻ മൈനോറിറ്റിയാണ് അതുകൊണ്ട് അവന് കൂടുതൽ നമുക്കത് കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് ഈ എന്താ പറഞ്ഞ ബാക്കിയുള്ള മജോറിറ്റിയെ കൂടി പ്രൊവോക്ക് ചെയ്യിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും നമ്മൾ അനുകൂലിക്കുന്നില്ല. അതിന് നമ്മൾ എതിരാണ്.
അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഈ സമൂഹത്തിലുള്ള പൊള്ളത്തരങ്ങൾ നമ്മൾ അവിടെയാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് ചർച്ച ആക്ടിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. അത് താങ്കൾ പറഞ്ഞത് കറക്റ്റാണ്. നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഈ I2I പോലുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ ഓൺലൈൻ ന്യൂസ് മാധ്യമങ്ങളിൽ കൊണ്ടുവരികയും ആ മാധ്യമ ശ്രദ്ധ നേടുകയും ഒപ്പം തന്നെ ഇപ്പോൾ സമൂഹങ്ങളൊക്കെ ഏറ്റെടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഈ വാർത്ത കൊണ്ട് ഗുണമുണ്ടായിട്ടുള്ളത് ഏകദേശം വിശ്വാസ സമൂഹത്തിൽ വിശ്വാസികളായിരുന്നവരിൽ പലർക്കും ഏകദേശം ഒരു 30%, നേരത്തെ പറഞ്ഞ ഒരു 30% പേർക്കെങ്കിലും ഒരു അവയർനെസ് ഉണ്ടായി. ഇതിൽ കള്ളത്തരമുണ്ട്, പൊള്ളത്തരങ്ങളുണ്ട്, അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. എങ്കിലും ഇപ്പോഴും അടിമകളായി പോകുന്ന 70% പേരുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവരിലേക്ക് എത്തണമെങ്കിൽ ഈ പറയുന്ന ചർച്ച ആക്ട് നിർബന്ധമാക്കണം. മാത്രമല്ല ആ ചർച്ച ആക്ടിനോടൊപ്പം തന്നെ പൊതുസമൂഹത്തെ ശുദ്ധീകരിക്കുന്നുള്ള ഒരു ശ്രമം ഇപ്പോൾ താങ്കളൊക്കെ നടത്തിയതുപോലെ അത്തരത്തിലൊരു വലിയ ശ്രമം ഇനിയും നടത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ച ആക്ട് വരികയോ അല്ലെങ്കിൽ നമ്മളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ I2Iന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയപ്പെടുന്നത് പൊതുസമൂഹം കൂടി ഏറ്റെടുക്കേണ്ടതല്ലേ? അങ്ങനെ ഏറ്റെടുത്താൽ മാത്രമല്ലേ ഈ പറയുന്ന ഒരു ശുദ്ധീകരണം നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തും. ഇപ്പോൾ I2Iക്ക് ഒരു ലക്ഷ്യമുണ്ടല്ലോ, അല്ലാതെ ചുമ്മാ ഒരു പൊതുസമൂഹത്തിൽ വന്നിട്ട് ക്രൈസ്തവ സമൂഹത്തിന് നമ്മൾ താറടിച്ച് കാണിക്കാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയല്ലോ. ഇത് വിശ്വാസികളെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്നതിനെതിരെയുള്ള വളരെ വലിയൊരു ശ്രമമാണ്. ഇതിന് നിങ്ങളെ ഹാറ്റ്സ് ഓഫ് ചെയ്യേണ്ടിയിരിക്കുന്നത്. അത് വേറൊരു കാര്യമാണ്. കാരണം പൊതുസമൂഹത്തിൽ ഇത്തരത്തിലുണ്ടാകുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിലുള്ള ഈ വിശ്വാസികളെ ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്ന രീതിയെ തകർത്തെറിയേണ്ടതുണ്ട് എന്നുള്ള നിങ്ങളുടെ വലിയ ചിന്താഗതി അത് പൊതുസമൂഹത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അത് എത്തണമെങ്കിൽ ചർച്ച ആക്ട് പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുക, സർക്കാരുകൾ ഉണർന്നെണിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ സർക്കാരുകളെ ഉണർത്തെണീക്കുവാൻ ആരാണ് മുൻകൈ എടുക്കേണ്ടത്? കാരണം ഇത്തരത്തിൽ ഉണ്ടാവണമെങ്കിൽ ഇവരുടെ വോട്ട് ബാങ്കായിട്ട് കാണുന്നതുകൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എവിടെയാണ് ഇതിൻ്റെ ഒരു ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയ തുടങ്ങേണ്ടത്? എവിടെയായിരിക്കും? ഇപ്പം ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയ തുടങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇപ്പോൾ സർക്കാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത്, പണ്ടാണെങ്കിൽ ഇവരുടെ ഈ സഭാ നേതാക്കന്മാരുടെ ഒപ്പം ഇവർക്ക് നിൽക്കണമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വിശ്വാസ സമൂഹമെല്ലാം ഇവർ ഇപ്പോൾ ഒരു മെയിൻ സ്വിച്ച് ഓഫ് ആക്കുന്നത് പോലെ അത്രയും അവർക്കൊരു കൺട്രോൾ ഈ വിശ്വാസികളുടെ മേലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അവർ മനസ്സിലാക്കേണ്ടുന്നത് വിശ്വാസികൾക്ക് ബോധം വന്നു കഴിഞ്ഞു, വിശ്വാസി ഉണർന്നു കഴിഞ്ഞു, വിശ്വാസി ചിന്തിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സഭാപിതാക്കന്മാരുടെ ആഹ്വാനങ്ങളൊന്നും കൊടുത്താൽ അത് പഴയ പോലെ ഒന്നും വർക്കൗട്ട് ആകത്തില്ല. അതല്ലെങ്കിൽ ഇപ്പോൾ പണ്ട് കാലങ്ങളിലാണെങ്കിൽ സഭാ നേതൃത്വങ്ങളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ വിശ്വാസി സമൂഹം എല്ലാം കൂടെ കൊടയും കുരിശുമായിട്ട് ഇറങ്ങി വരുമായിരുന്നു. എന്നാൽ ഇന്ന് ഇവരുടെ പൊള്ളത്തരങ്ങളെയും കള്ളത്തരങ്ങളെയും നമ്മൾ തുറന്നു കാണിക്കുമ്പോൾ വിശ്വാസി സമൂഹം 90% വിശ്വാസികൾ ഇന്ന് നമ്മളോടൊപ്പമാണ്. ഇന്ന് സഭാ നേതൃത്വത്തോടൊപ്പം ഇന്ന് അവരൊരു കൊട്ടേഷൻ ഗുണ്ടകളെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങളെ ഇവർ ആശ്രയിക്കേണ്ടുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. അന്നേരം അതുകൊണ്ട് തന്നെ ഇതിനൊരു മാറ്റം ഉണ്ടാകേണ്ടുന്നത് വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള രീതിയിൽ ഒരു സർക്കാരിനെ, ഒരു ക്ഷേമരാഷ്ട്രത്തിൽ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ടുന്ന ചില പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇന്ന് അവർ മനസ്സിലാക്കേണ്ടത് ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരട് പൊട്ടിയ പട്ടം പോലെയാണ്. കാരണം ഇതിങ്ങനെ പറന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. കാരണം ഇതിൻ്റെ ഡയറക്ഷൻ പോയി കഴിഞ്ഞു. ഇവരുടെ സഭാപിതാക്കന്മാരെ സംബന്ധിച്ചുള്ള അവർക്ക് ദൈവവിശ്വാസമില്ല, അവർ നിയമ സംവിധാനങ്ങളിലെ ഭയമില്ല. ഇവരിങ്ങനെ ചരട് പൊട്ടിയ പട്ടം പോലെ പറക്കുമ്പോൾ ഈ ഇങ്ങനൊരു വിഭാഗം തന്നെ ഇല്ലാതായി പോകാനുള്ളൊരവസ്ഥയിലേക്ക് ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നല്ലൊരു ശതമാനം ഇവരുടെ ഈ ദുഷ്പ്രവർത്തികളിൽ മനം മടുത്ത് ഇവർ ദൈവവിശ്വാസം തന്നെ നഷ്ടപ്പെട്ട് നിരീശ്വരവാദികളായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അന്നേരം ഈ സമൂഹം നശിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ സർക്കാർ ചെയ്യേണ്ടത് ഇതിനൊരു റെഗുലേറ്ററി അതോറിറ്റി വരണം. അന്നേരം ഇത് ഏതെങ്കിലും ഒരു പ്രത്യേകിച്ച് ഇതൊരു വിശ്വാസപരമായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. തോന്നിയ പോലെ നടപടിയെടുക്കാൻ പറ്റത്തില്ല. അന്നേരം അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കുന്നു. അന്നേരം അവർ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഇതിന് ഈ ജസ്റ്റിസ് VR കൃഷ്ണയ്യരും അതുപോലെ തന്നെ നമ്മുടെ ജസ്റ്റിസ് KT തോമസ് ഒക്കെ അവർ സമർപ്പിച്ച റിപ്പോർട്ട് വിശദമായിട്ട് പഠിക്കുക. അതുകൂടാതെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഫിലിം മേഖലയിൽ ഹേമ കമ്മിറ്റി ഇപ്പം അപ്പോയിൻറ്റ് ചെയ്തു. അന്നേരം അതിൻ്റെ ഒരു ഔട്ട്കം എന്താണെന്നുള്ളത് നമുക്ക് വിരുദ്ധാഭിപ്രായം ഉണ്ടെങ്കിൽ പോലും അതുപോലെ ഈ ആത്മീയ മേഖലയിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ മേഖലകളിലെ ഈ ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ചും ചൂഷണങ്ങളെക്കുറിച്ചും പോരായ്മകളെക്കുറിച്ചും പഠിക്കുന്നതിന് ഒരു കമ്മീഷനെ, വളരെ കോമ്പറ്റൻ്റ് ആയിട്ടുള്ള കമ്മീഷനെ നിയമിക്കുക. എന്നിട്ട് അവർ സമയമെടുത്ത് വളരെ എക്സ്റ്റെൻസീവായിട്ടുള്ള, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പഠനം നടത്തുക. ആരെങ്കിലും സഭാ നേതൃത്വത്തിനെയോ ആരെങ്കിലും കണ്ട് എന്തെങ്കിലും തട്ടിക്കൂട്ടി റിപ്പോർട്ട് സമർപ്പിക്കുന്നതല്ലാതെ ഇനഫ് ടൈം
വളരെ ആവശ്യത്തിനുള്ള സമയം കൊടുത്തുകൊണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി ക്യാരി ഔട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വേദശാസ്ത്ര പണ്ഡിതന്മാരെയും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തുക. കാരണം വിശ്വാസപരമായി ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ബൈബിൾ എന്താണ് പറയുന്നത്, ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലും ഈ സഭകളുടെ പ്രവർത്തനത്തെയും തമ്മിൽ കമ്പാരിസൺ നടത്തി പഠിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു കോമ്പറ്റൻ്റ് അതോറിറ്റി വിശദമായ പഠനം നടത്തി വിശദമായ ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുക. ആ സപ്പോർട്ടിൻ്റെ കരട് അവർ ഇതുപോലെ എല്ലാ സഭാ നേതാക്കന്മാർക്കും വിഭാഗങ്ങൾക്കും നൽകുക. അവരുടെ ഒരു ഒപ്പീനിയനും കൂടെ എടുക്കുക. അതുകൂടെ കേട്ട ശേഷം ഇതിനെ പല പല പ്രോസസ്സുകളായി പല പല സ്റ്റേജുകളാക്കി ഒരു നിശ്ചിത സമയം കൊണ്ട് ഇതിനെ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി ഇതിൻ്റെ ആവശ്യകത അവർക്കൂടെ ബോധ്യപ്പെടുത്തി ഒരു നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് എല്ലാവരും, ക്രിസ്ത്യാനി സമൂഹം മുഴുവൻ ഗുണഭോക്തരാകും. ഇതിനകത്തൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാകും, ഇതിനകത്തൊരു സുതാര്യത ഉണ്ടാകും, ഇതിനകത്തൊരു നിയന്ത്രണം ഉണ്ടാകും. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനും ഇവരുടെ മേലൊരു നിയന്ത്രണം ഉണ്ടാകും. ഇപ്പോൾ എന്താ പറയുന്നത്, ഇവർ പറയുന്നു ഞങ്ങൾക്ക് കാനൂൻ നിയമമാണ് ബാധകം. ഇപ്പുറത്ത് ഭരണഘടന എന്താ പറയുന്നത്? അന്നേരം ഇങ്ങനെയുള്ളൊരു കോൺട്രഡിക്ഷൻ ഉണ്ടാക്കാതിരിക്കുവാൻ വേണ്ടി ഒരു വളരെ വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇതിനു വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ i2i ന്യൂസ് ഇത്തരത്തിലുള്ള വിഷ്യൂസ് നമ്മൾ പുറത്തേക്ക് പുറം ലോകത്തെ അറിയിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ തന്നെ ഈ ഒരു സംഭാഷണം തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ്, i2i ന്യൂസ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് മുന്നിലെ പുഴുക്കുത്തുകളെ തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നത് എന്ന്. ഇത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ലക്ഷ്യം ഇത്രയാണ്. അതായത് ഇത്തരത്തിൽ പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന പുഴുക്കുത്തുകൾ, അത് ഒരു സമൂഹത്തിലെ വിശ്വാസികളെ കാർന്നു തിന്നുകയാണെങ്കിൽ അവർക്ക് വേണ്ടി ആ വിശ്വാസ സമൂഹത്തിനെ രക്ഷപ്പെടുത്തുന്ന വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എളിയ ശ്രമമാണ് i2i നടത്തുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുതന്നെയാണ് ഞങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കുന്നത്. കാരണം ഒരു കമ്മീഷൻ വെക്കുക, ആ കമ്മീഷനിലൂടെ കിട്ടുന്ന കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ സർക്കാരിന് സമർപ്പിക്കുക, ആ സർക്കാർ അത് വളരെ കൃത്യമായി പഠിക്കുക, അതിനുശേഷം ഈ ക്രൈസ്തവ സമൂഹത്തിലെ വിശ്വാസികൾ അടിമകളല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ഒരുക്കിയെടുക്കേണ്ടതുണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ചർച്ച ആക്ട് അടക്കമുള്ളവ കൊണ്ടുവന്ന് അതിനെ വളരെ വിപുലമായ രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കൃതാർത്ഥരായി, അതായത് i2i ന്യൂസ് കൃതാർത്ഥരായി പറയേണ്ടിയിരിക്കുന്നല്ലേ. അതിൽ നമുക്ക് അവസാനം പറഞ്ഞു വെക്കാനുള്ളത്. കാരണം നമ്മൾ ശ്രമിച്ചത് അത്തരത്തിലൊരു ഒരു തുറന്നു പറച്ചിലായിരുന്നു. പലരും ഓർക്കും ഇത്തരത്തിലുള്ള നിങ്ങൾ നെഗറ്റീവ് ന്യൂസുകൾ മാത്രം കൊടുക്കുന്നു, സഭകളുടെ പ്രശ്നങ്ങൾ മാത്രം കൊടുക്കുന്നു. ഇതിൻ്റെ എല്ലാം ഇൻറ്റൻഷൻ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഇത്രയും ഗ്രാവിറ്റിയുള്ള വിഷയങ്ങൾ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്ന് പൊതുസമൂഹത്തെ മനസ്സിലാക്കിക്കുക, വിശ്വാസികളെ മനസ്സിലാക്കുക. അതിനൊരു റെമഡിയാണ് നമുക്ക് ആവശ്യം, സൊല്യൂഷനാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ആ സൊല്യൂഷൻ കിട്ടിയ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന നമ്മൾ സന്തോഷിക്കുന്നു, നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിയുന്നു. പക്ഷേ ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല എന്ന് കൂടി പറയട്ടെ. കാരണം ഇതിനൊരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതിന് പിന്നിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ പോലെ നടക്കുന്നത് എന്നുകൂടി നിങ്ങൾ അറിയുക. ഞങ്ങൾ ആരെയും കരിവാരി തേക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമല്ല. പക്ഷേ വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക, അത് നിങ്ങളിലേക്ക് എത്തിക്കുക, അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിലേക്കുള്ളൊരു യാത്രയാണ്. അവസാനം പറഞ്ഞു വെക്കാമല്ലോ. അതെ, ആ ഒരു യാത്രയിലേക്കാണ്. ആ ലക്ഷ്യം നേടുന്നത് വരെ നമ്മൾ ശക്തമായി തന്നെ ഇത്തരം പുഴുക്കുത്തുകളെ പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കും, ശക്തമായി പ്രതികരിച്ചു കൊണ്ടേയിരിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.